ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് നടക്കുന്ന ഒരു വ്രതാനുഷ്ഠാനമാണ് കുത്തിയോട്ട വ്രതം. കുത്തിയോട്ടം ഇതിന് പങ്കെടുക്കുന്ന വ്രതം നോക്കുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇവരോട് വിശേഷങ്ങൾ ചോദിക്കാം. എന്തിനാണ് നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്? കുത്തിയോട്ടത്തിന് വന്നവരാണ്. എത്ര ദിവസത്തെ വ്രതം നോക്കി? നമ്മൾ ഇന്നോട്ടാണ് നമ്മൾ തുടങ്ങി. പലവരും പല ദിവസത്തിലാണ് വ്രതം തുടങ്ങുന്നത്. എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത്? ഇവിടെ 3 മണിക്ക് 5 മണിക്കൊക്കെ വന്ന് കുളിക്കണം. കുളിച്ച് അകത്ത് വന്ന് നമസ്കാരം ചെയ്യണം. ഇന്ന് കുളിച്ചിട്ട് അകത്ത് വന്ന് പള്ളിപ്പലവയിൽ 7 രൂപ വച്ച് നമുക്ക് ദേവിയുടെ ഇതായിട്ട് നമ്മൾ എടുക്കും, വത്സമാരായിട്ട് എടുക്കും. ഇത്രയും ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ വിഷമമുണ്ടോ? ഇല്ല, ദേവിയുടെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് വിഷമമില്ല. കാര്യത്തിനല്ലേ നമ്മൾ നിൽക്കുന്നത്, അതുകൊണ്ട് വിഷമമില്ല. വിഷമം വരില്ല. വിഷമം വരാനായിട്ട് ദേവിയുടെ കൂടെയല്ല നിൽക്കുന്നത്, ദേവി നോക്കും. ഓക്കെ. അപ്പൊ വീട്ടിലെ അമ്മയോ ആരെങ്കിലും ഇങ്ങനെ കുത്തിയോട്ടത്തിന് മോനെ നേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്തൊക്കെയാ അമ്മ പറഞ്ഞു തന്നെ? നല്ലപോലെ അവിടെ ഇരിക്കണം, നമസ്കരിക്കണം, നല്ലപോലെ ഇരിക്കുന്ന, അടിയൊന്നും ഉണ്ടാക്കരുത്, ചീത്തയൊന്നും വിളിക്കരുത്, അങ്ങനെയൊക്കെയുള്ള കാര്യം. ദേവിയോട് നല്ലപോലൊക്കെ പറയണം, പ്രാർത്ഥിക്കണം. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മേനെ നോക്കി പ്രാർത്ഥിച്ചാൽ മതി. അറിഞ്ഞ് നമസ്കരിക്കണം. ദേവിയെ നാമമൊക്കെ ചൊല്ലാൻ അറിയാമോ? അറിയാം. സന്ധ്യക്ക് നാമം ചൊല്ലാറുണ്ടോ? എന്താ സന്ധ്യക്ക് ചൊല്ലുന്ന നാമം? സർവമംഗളമംഗല്യേ. അത് തന്നെയാണ് ചൊല്ലുന്നത് അല്ലേ? സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ദേവി നാരായണി നമസ്തുതേ. കുത്തിയോട്ട വ്രതം അനുഷ്ഠിക്കാൻ കാത്തു നിൽക്കുന്ന കുട്ടികളാണ് ഇവിടെ. തിരുവനന്തപുരത്ത് വെടിവച്ചാങ്കോവിലുള്ള ഷാജുവാണ്. അദ്ദേഹത്തിൻ്റെ മകൻ കുത്തിയോട്ട വ്രതം നോൽക്കുന്നുണ്ട്, കുത്തിയോട്ടത്തിന് ഉണ്ട്. എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് ഷാജുവിനോട് ചോദിക്കാം. എന്താ മോന് കുത്തിയോട്ടം നേർന്നിട്ടുണ്ടായിരുന്നോ? നേർന്നിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? രണ്ടാമത്തെ കുഞ്ഞ് ആൺകുട്ടിയാണെങ്കിൽ ഇവിടെ കുത്തിയോട്ടം നിർത്താമെന്ന് നേർന്നു. അങ്ങനെയാണ് ഇപ്പോൾ വന്നത്. എന്തിനാണ് നമ്മൾ കുത്തിയോട്ടം നേരുന്നത്? എനിക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ല. ഓരോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയായിരിക്കും മിക്കവരും ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടിയെ ഇങ്ങനെ ദേവിയുടെ നടയിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ കുട്ടിയുടെ ഭാവി വളരെയധികം ശോഭനമാകും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എത്ര ദിവസമാണ് അവരിവിടെ നടയിൽ നിൽക്കുക? 7 ദിവസം വരും. ഈ ദിവസം പാലിക്കേണ്ടത് എന്തൊക്കെയാണെന്നറിയോ? കുട്ടിയായിട്ട് നമുക്ക് യാതൊരു നേരിട്ട് കാണാനോ കുട്ടികൾക്ക് ആഹാരം കൊടുക്കാനൊന്നും പറ്റില്ല. ദൂരെ നിന്ന് വന്ന് കണ്ടിട്ട് പോകാനേ പറ്റൂ. അപ്പോൾ അത് ദേവിയുടെ സമർപ്പിച്ച് ദേവിയുടെ ബാലന്മാരായി മാറി, ദാസന്മാരായി മാറി. പൊങ്കാല ദിവസമാണ് ഈ കുത്തിയോട്ടം നടക്കുന്നത്. ആറ്റുകാൽ പൊങ്കാല പോലെ തന്നെ ആറ്റുകാൽ ഉത്സവ സമയത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് കുത്തിയോട്ടം. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ കുത്തിയോട്ട വ്രതത്തിന് ഇന്ന് തുടക്കമായി. ദേവീദാസന്മാരാകാൻ 10 മുതൽ 12 വയസ്സ് വരെയുള്ള 607 കുട്ടികളാണ് ഇത്തവണ കുത്തിയോട്ട വ്രതം നോക്കുന്നത്. ദേവിയെ കുടിയിരുത്തി 3-ാം നാളിലാണ് വ്രതം ആരംഭിക്കുന്നത്. ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഈറനണിഞ്ഞ് വരിയായി കുത്തിയോട്ട ബാലന്മാർ ദേവിയുടെ സന്നിധിയിലെത്തും. പള്ളിപ്പലകയിൽ 7 വെള്ളി നാണയങ്ങൾ വെച്ച് മേൽശാന്തിക്ക് ദക്ഷിണ നൽകി അനുഗ്രഹം വാങ്ങി കുത്തിയോട്ട അനുഷ്ഠാനത്തിലേക്ക് നടക്കും. ഇനിയുള്ള 7 നാൾ ഇവർ ക്ഷേത്രത്തിൽ തങ്ങും. എന്നും പുലർച്ചെ ഉണർന്ന് ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഈറനണിഞ്ഞ് ദേവീനാമജപത്തോടെ ക്ഷേത്രം വലം വച്ച് ദേവിയെ നമസ്കരിക്കും. 7 ദിവസങ്ങൾ കൊണ്ട് 1008 നമസ്കാരങ്ങൾ പൂർത്തിയാക്കും. മഹിഷാസുര മർദിനിയുടെ മുറിവേറ്റ ഭടന്മാരെയാണ് ഈ ബാലന്മാർ പ്രതിനിധീകരിക്കുന്നത്. കുത്തിയോട്ടത്തിനുള്ള ചൂരൽകുത്ത് പൊങ്കാല ദിവസമായ 25-ാം തീയതി വൈകുന്നേരമാണ് നടക്കുക. രാത്രി 11-ന് പുറത്തെഴുന്നള്ളത്ത് ആരംഭിക്കും. മണക്കാട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെത്തുന്ന എഴുന്നള്ളത്ത് പൂജകൾക്ക് ശേഷം പിറ്റേന്ന് പുലർച്ചെ തിരിച്ചെഴുന്നള്ളും. രാത്രി ദേവിയുടെ കാപ്പഴിക്കും. 12:30-ന് നടക്കുന്ന കുരുതി സമർപ്പണത്തോടെ ഉത്സവത്തിന് സമാപനമാവും.